ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ സ്വാഗതം ഓതിയിട്ടും സ്വാഗതം വിളിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ വ്ളോഗ് എടുക്കാൻ മടിയാണ്. വേറെ വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ടോ. ഇനി എടുത്തെടുത്ത് ശരിയാക്കണം. പിന്നെ ആഴ്ചമാത്താനെ പോലുള്ള ആൾക്കാരാണ് നമ്മളതിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആഴ്ചമാത്ത ഇതാ 2 കവറായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ. നാലാൾ പോൾ സൂമേ ബൈജോ 4 ആളാണുള്ളൊരു വണ്ടിമേ. അതുപോലെയാണല്ലോ കൊടുത്തത്. അപ്പൊ ജന്മണ്ട എനിക്ക് ജനങ്ങളോടൊരു കാര്യം പറയണമെന്നല്ലോ. ജന്മണ്ടെങ്കിൽ വണ്ടി തട്ടിക്കരുത് കേട്ടോ. അതായത് കാറ് കുത്തിയ അയിമല്ലേ വള്ളികള് മരവള്ളികളാണ്. ഇപ്പം ഇൻഷുറൻസിന് കൊടുക്കുമ്പോഴാണ് എൻ്റെ മോനെ ഇത് ഒരു കള്ളുടി എങ്ങോട്ട് വന്ന് കുത്തിയതാണ്. എന്നിട്ട് ഇല്ലാത്ത പ്രശ്നമില്ല. കള്ളുടിനെ എന്താ ചെയ്തു, നമ്മൾ പാവം തോന്നിയിട്ട് എന്ത് ചെയ്തു, നിങ്ങളെന്താ പോയിക്കോളെ അയാളെ തിരിച്ച് പറഞ്ഞയച്ചു. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരാഴ്ച 2 ആഴ്ചൻ്റെ മുകളിലായി ജി ഡി എൻട്രി മാറ്റുന്നത്, സർവേർ വരുന്ന സർവേറിന് സംശയം തോന്നണം. അതായത് എന്താ വെച്ചാൽ ആദ്യം നമ്മളെ റൈറ്റിലും ഒന്ന് കുത്തിയില്ലേ, ആദ്യം നമ്മളെ റൈറ്റിലും ഒന്ന് കുത്തി, പിന്നെ ഇയാളൊന്ന് ലെഫ്റ്റിലും ഒന്ന് കുത്തി. അപ്പം അതാണ് സംഭവം ഉണ്ടായത്. എന്തായാലും വണ്ടി തട്ടിച്ചാൽ എന്നാൽ അത്രയും നല്ലതെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം നമ്മൾ തന്നെ പറയേണ്ടത്, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു എന്താ പ്രശ്നം വെച്ചാൽ ബൈക്കുകാരും 2 വീലറും 3 വീലറും വന്ന് നമ്മളിങ്ങോട്ട് തട്ടിയാലും നമ്മൾ പോലെ പോയി അങ്ങോട്ട് തട്ടിയാലും പ്രയോറിറ്റി ഓൽക്കാണ്. അതായത് തേർഡ് പാർട്ടി ഓൽക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൽക്ക് എന്തെങ്കിലും പരിക്കുകളുണ്ടോന്ന് അന്വേഷിക്കാൻ നമ്മൾ GD സബ്മിറ്റ് ചെയ്യണം. ഇത് ഇയാൾ കള്ളുടിച്ച് ഓപ്പോസിറ്റാ വന്നത്. നമ്മൾ പോണ റോട്ടിൽ കൂടെ അതിൽ വന്നേക്ക 45 വണ്ടി പോണത് അതിൽ വന്ന് കുത്തി. ഇന്റെ വണ്ടി കുറച്ച് സ്പീഡിൻ്റെ മൂപ്പർക്ക് എന്തെങ്കിലും പറ്റി. ബാക്കി നമ്മൾ മെല്ലെ ആയതുകൊണ്ട് മൂപ്പർക്കും ഗുണമായി. അതൊക്കെ സ്പീഡ് ഉണ്ടല്ലോ മൂപ്പർ റോട്ടിലുണ്ടാവും. അയ്യക്കാര് പാടുതയ്യാ അയ്യ സൂരരേ പാടുതയ്യാ അയ്യക്കാര് പാടുതയ്യാ കുട്ടി ദിലാറെ പാടുട്ടോ. ഓറ മൈനസ് ഓറ ഫീൽസ് ദി ലെസ് മൈനസ് ഓറ. അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നലെ നമുക്ക് കാട്ടാളൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളതിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് വന്നിരുന്നു. അപ്പോൾ പെപ്പേ ചേട്ടന് വരാൻ പറ്റിയില്ല, കാരണം പെപ്പേ ചേട്ടൻ്റെ ഒരു ആൽബത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ആൽബത്തിലും ഞാനുണ്ട് കേട്ടോ. ഐ എം സോ ഹാപ്പി. SBK ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഷിംലയിൽ പോയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ പോലെ തിരിച്ച് നാട്ടിലെത്തിയാൽ അതിൻ്റെ ഷൂട്ടിങ്ങിലും നമ്മളുണ്ട്. അപ്പം സിനിമ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും 28-ാം തീയതി പോയി കാണണം. ഇപ്പം എൻ്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അത് പറഞ്ഞാൽ ഇതൊരു നല്ല എനിക്കിഷ്ടപ്പെട്ട, അതായത് ഞാൻ ഈ KGF, പുഷ്പ, മാർക്കോ, അപ്പം ഞാൻ ഇങ്ങനത്തെ പടങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എത്രത്തോളം എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിൽ ഒന്നാവും കാട്ടാളൻ എന്നുള്ളതിൽ എനിക്ക് സംശയമല്ല. അത്രയും വലിയ കാസ്റ്റാണ്, ക്രൂ ആണ്. അതായത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രവി ബസ്രൂർ സാറാണ്. അതായത് KGFൻ്റെയും മാർക്കോൻ്റെയും സലാറിൻ്റെയും മ്യൂസിക് ഡയറക്ടറാണ് കാട്ടാളൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ചില്ലറ പടമല്ല വരാൻ പോണത്. പക്ഷേ എന്താ വെച്ചാൽ ഇന്നെ വെച്ചിട്ട് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം വളരെ ചെറിയ ടൈമിൽ ഞാൻ, അതുപോലെ തന്നെ നമ്മളെ ഷോൺ ആണെങ്കിലും ഹിപ്സ്റ്റർ ആണെങ്കിലും പിന്നെ വേനം കുറേ പുതിയ ചെക്കന്മാരുണ്ട്. അതായത് യൂത്ത് ചെക്കന്മാർ, കുറച്ച് യൂത്ത് സെറ്റിൻ്റെ കുറച്ച് പരിപാടികൾ പടത്തിലുണ്ട്. അപ്പം നമ്മളെ ചെക്കന്മാർക്ക് എല്ലാവർക്കും നമുക്ക് വളരെ ചെറിയൊരു ടൈമാണുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ചെറിയ വളരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈമേ നമുക്കുള്ളൂ. ചെറിയ ഏതാനും മിനിറ്റുകളെ നമ്മൾ സിനിമയിലുള്ളൂ. പക്ഷേ എന്തായാലും നിങ്ങളെന്തായാലും എൻജോയ് ചെയ്യും. ഈ കാര്യം ഞാൻ ആദ്യമേ പറയാം കേട്ടോ. കാരണം വെറുതെ കുറേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആവത്തില്ല. പക്ഷേങ്കിൽ ഇന്നെ വെച്ച് നോക്കരുത്. പടം ഇതൊരു ആൻ്റണി വർഗീസ് പെപ്പെ, അല്ലെങ്കിൽ ഒരു രവി ബസ്രൂർ, അല്ലെങ്കിൽ ഒരു പോൾ ജോർജ്, അല്ലെങ്കിൽ ഒരു ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് സംഭവമായിരിക്കും ഈ പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും അടിപൊളിയായിട്ട് പടം വരും. അപ്പം എൻ്റെ കാര്യം ഞാൻ എൻ്റെ ഓഡിയൻസിനോട് പറയട്ടോ, കൂടുതൽ നിങ്ങൾ നമ്മളെ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം പക്ഷെങ്കിൽ ഇതിലൊക്കെ കുറേ സംഭവങ്ങൾ വരാനുണ്ട്. ഇത് ചെറിയ സമയത്തിനാണെങ്കിലും ഒരുപാട് വരാനും സംഭവിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീട് പണിയിലേക്ക് കിടക്കാം. കൂടുതൽ സംസാരിക്കുന്നില്ല, അതിൻ്റെ ത്രില്ല് ഞാൻ കളയണില്ല. 28-ാം തീയതി ആണ് കേട്ടോ. വീട് പണിയിലേക്ക് കിടക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ ടാഗ് വിട്ടുകൊണ്ട് നമ്മൾ ഇപ്പച്ചി ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അഡ്മിഷൻ പരിപാടികൾക്കായിട്ട് ഇപ്പച്ചി വന്നിട്ടുള്ളതാണ്. എങ്ങനെ പോകുന്നു അഡ്മിഷൻ കാര്യങ്ങൾ? എവിടുത്തെ അഡ്മിഷനാ വെച്ചാൽ ഇവിടുത്തെ അഡ്മിഷനാണോ? അല്ല, സ്കൂളത്തെ. അത് സ്കൂളൊന്നും ചോദിക്കണ്ടേ. അപ്പോഴതിൻ്റെ അത് ഈ കസാര കുത്തറിനാണ്ട് ഇപ്പോൾ ഇവിടുത്തെ അഡ്മിഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കണത്. ഇവിടെ ഫുള്ള് അഡ്മിഷൻ ഇതാണ്. സ്കൂളത്തെ അഡ്മിഷനൊക്കെ ഇൻഷാ അല്ലാഹ് കുട്ടികളെന്താ അവസ്ഥ? വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പ്രവേശനോത്സവത്തിൻ്റെ ഇന്നലെ നമ്മളെ സ്കൂളിലേക്ക് പുതിയ
വരാനുള്ള ടീച്ചർമാർ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ SRG കൂടിയാണ്ട് പ്രവേശനോത്സവം എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം, ഇതേപോലത്തെ നവാഗതർ ഇത് കേട്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ ഇത് അർജന്റ് കോളാണ്. ആയിക്കോട്ടെ, വെള്ളം പരിശോധിക്കാനുള്ള കോളാണ്. ഓക്കെ. അപ്പം നമ്മളെ പണികൾ എവിടം വരെ എത്തി എന്നുള്ള വിവരങ്ങളും വിശേഷങ്ങളും നമുക്കിപ്പോൾ കാണാം. വലിയ മാറ്റങ്ങളാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ നാട്ടുകാരാണ് ഇവിടെ നിൽക്കണമൊക്കെ നമ്മളെ നാട്ടുകാരുണ്ടോ? ടാറ്റടുക്കി നിങ്ങൾ ടാറ്റടുക്കി അപ്പം ഒക്കെ നമ്മളെ നാട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ അത് മാറിയില്ലേ. അപ്പൊ ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞത് ആഴ്ചമാത്ത കമ്പിമ പിടിച്ചിരിക്കണാണ് നമ്മളിവിടെ ഫീൽ ചെയ്യണ വലിയൊരു മാറ്റം. ആഴ്ചമാത്ത എന്താണ് പറയാനുള്ളത് പെരപ്പണിയോടനുബന്ധിച്ച്? ഇപ്പൊ ആഴ്ചമാത്ത എന്നുള്ള പോലെ നമ്മളെ കൂടെ ഇല്ല. ഞാൻ ആഴ്ചമാത്തന്റെ കൂടെ, ആഴ്ചമാത്ത എന്റെ കൂടെ ഇത്രയും ദിവസങ്ങളിലില്ല. എന്ത് തോന്നുന്നു? എന്താ തോന്നണേ, ഈ പെരപ്പണി കഴിയാതെ നമ്മൾ ഒരുമിച്ചൂല. പെരപ്പണി കഴിയാതെ ഒരുമിക്കാൻ പറ്റില്ല. അപ്പൊ പെരപ്പണി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ആഴ്ചമാത്തം പേര് പോലെ തന്നെ ആഴ്ചയിൽ ആഴ്ചമാത്തം 2-3 ദിവസം മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് വേണ്ടിട്ട്. അത് ആഴ്ചമാത്തന്റെ മനസ്സാണ് അല്ലേ? 28-ാം തീയതി നമുക്ക് സിനിമ കാണാൻ പോണ്ടോ? ഇന്റെ സിനിമ തിയേറ്റർ കാട്ടാളൻ കാണാൻ പോണോ? ഞാൻ വിളിച്ചു. ഇന്റെ കഴിഞ്ഞ സിനിമയ്ക്കാൻ കൊണ്ട് പാട്ടുള്ള സിനിമയ്ക്കാൻ കൊണ്ടോ? കൊണ്ടേയില്ലേ? ഇന്റെ സിനിമയ്ക്കാൻ കൊണ്ടുപോകും. ഓക്കെ, ഡീലല്ലേ? ആ, പൊറാട്ടയും കറി എടുത്തു. അതെ, വൈകുന്നേരം കുടിച്ചാന് നല്ല പൊറാട്ടയും കറിയും സഞ്ചിയിലാക്കി പോവാണ്ടോ. പൊറാട്ടയും മുട്ടക്കറി ഉണ്ട്. ആഴ്ചമാതാക്ക് ഇവിടുത്തെ പേരാണോ വാടപ്പുറത്തെ പേരാണോ ഇഷ്ടം? ഇവിടെ ഇഷ്ടം. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ആദ്യം തന്നെ പരിമാറി പോന്നത്. ഈ ആപ്പി കുട്ടിയാകുമ്പോ ഉണ്ട് അവിടെ. ആപ്പി കുട്ടിയാകുമ്പോ അവിടെ ഉണ്ട്. ആപ്പിക്ക് ഞാനേ നിന്നിരുന്നത്. അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞാൻ അവിടെ ഉണ്ട്. സത്യം. ആഫിന്റെ ചെറുപ്പകാലം മുതൽ ആഴ്ചമാത അവിടെ ആഫി ഇപ്പൊ വലിയ കുട്ടിയായി, മാഷാ അല്ലാ. ആഫി ഇപ്പൊ അഭിനയിച്ചു. ആഫി മറ്റേ ഹെഷാം അബ്ദുൽ വഹാബ് ഹെഷാംക സംവിധാനം ചെയ്യണ സക്കരിയക്ക സുഡാനി ഫ്രം നൈജീരിയന്റെ മ്യൂസിക് സിനിമ സംവിധായകൻ. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ നിങ്ങൾ അതേപോലത്തെ 2 വല്യമാരുടെ പാടാണ്. അതിന്റെ സംവിധായകൻ ദർശന സർവം സദാ നിൻ സൗരഭം ദർശന. അപ്പം ഹെഷാംക ഇപ്പൊ മോസ്റ്റ് വാണ്ടഡ് മ്യൂസിക് ഡയറക്ടർ ഇൻ കേരള. എല്ലാ ഇൻഡസ്ട്രിമാരും കൊതിച്ചു പോകുന്ന കന്നഡയും തെലുഗും മറ്റേ ഹിന്ദിയും ബോളിവുഡും മലയാളവും ഒരേപോലെ കൊതിച്ചു പോകുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അല്ല. ഹെഷാം ഖാന്റെ മ്യൂസിക് ആൽബത്തിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചാരറിയോ? അഫീഫ്. ഈ വരുന്ന 25-ാം തീയതി എല്ലാരും കാണാം. ഇവനത് വാങ്ങിയത് ഈ വരുന്ന 25-ാം തീയതി. അപ്പൊ അഫിന്റെ നാഷണൽ ടീമാണ് കേട്ടോ ജർമ്മനി. വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ തന്നെ അഫി എന്താണ് റെഡിയാണ്. അപ്പൊ എന്റെ ടീമാണ് ജർമ്മനി കേട്ടോ. ഞാൻ പണ്ട് ജർമ്മനിക്കാരനാണ്. അപ്പൊ ഞങ്ങളൊക്കെ ജർമ്മനി ആസ്വദിക്കുന്ന ഞാനോട് പോയാലോ എന്നല്ലേ? ഇതോ പോവല്ല, ഇതൊന്നും ഉള്ളൊക്കെ ഒന്ന് കാണി, 2 അഭിപ്രായം പറയുന്നത് വരി എന്നെങ്കിലും കാണുള്ളൂ. അപ്പൊ ഒരു ലോഗ്യം അല്ലേ? മരം എന്തിനാ പൊടിച്ചു ആഴ്ചമാതാ? മരം എങ്ങനെ പൊടിയണത് ഇവിടെ? തട്ട് കയറ്റാനല്ലേ? തേനീച്ചൊന്നുമില്ല. ബാ ആശുമാത വരി. അപ്പം അടുക്കള ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വമ്പം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അടുക്കള എൻറ്റയർലി ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു മതിലും കെട്ടുമതിലും ഇല്ല കേട്ടോ. 0.5 കേട്ടോ ഡാൻസേ. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടുമതിൽ സംഭവങ്ങളില്ല. ഇനി അവിടെ എന്ത് വന്നു? അവിടെ ഇവിടെ കെട്ടുമതിലില്ല. ഇവിടെ മിറ്റായി വരും. മിറ്റം ഇവിടെ മിറ്റം വരും. പകരം എന്ത് ചെയ്യാണ്? അടുക്കളന്റെ ആ റൂം നിന്ന ഭാഗം എന്താവാണ്? മൊത്തത്തിൽ വലിയൊരു അടുക്കളയായി മാറാൻ പോവാണ്. ഒക്കെ തട്ടുമലുണ്ടോ? വല്ലാതെ കമ്പിമ പിടിച്ചാണ്ട് ഇങ്ങനെ നടക്കണ്ട ചമാത. തലമണ്ട കൂടെ പൊളിഞ്ഞാടും. അപ്പം ഇതാണ് മെയിൻ അടുക്കള ആയിട്ട് വരാനുള്ള സ്ഥലം കേട്ടോ. അതായത് നമ്മളെ പഴയ അടുക്കള നിന്ന സ്ഥലം തന്നെ നമ്മൾ നീട്ടി. അതായത് ഇവിടെ റൂം ഉണ്ടായിരുന്നു. കെൽസ് ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ സെറ്റായി. ഞാൻ അതിന് ഹൈറ്റ് കുറച്ച്. ഇതെന്തിനാ ഹൈറ്റ് കുറച്ച് നിങ്ങൾക്ക് അറിയോ? എന്തിനേ കാരണം ഇത് ഇത്ര ഹൈറ്റ് ഉണ്ട്? ഇത്രല്ല,
ഇത്രല്ല ഈ ഹൈറ്റിൽ അതുണ്ടായിനി കുറച്ച് പിന്നെ ഈ ഹൈറ്റ് എന്തുണ്ടായിനി ഇവിടെ ഉണ്ടായിനി ഈ ഹൈറ്റ് ഇങ്ങനെ കുറക്കാൻ കാരണം എന്താവും? എന്താ അടുക്കളയിൽ പാത്രം വെക്കാനോ? എന്തിനാ എനിക്ക് അറിയണില്ല. എന്നാ ഓരോ ഓപ്ഷൻ കൂടി മണിക്കുട്ടി എന്താണ് എന്താവും? ഇതെന്താവും ഇപ്പൊ പാത്രം കഴുകാനോ? ഇത് ഇത്ര വലുപ്പുണ്ടായി. ഇത്ര വലുപ്പമുള്ള ഹോളോബ്രിക്സ് ഫുള്ള് ഞാൻ പറഞ്ഞു ഹോളോബ്രിക്സ് ഫുള്ള് മാറ്റണം, ഇതിവിടെ ചെറുതാക്കണം എന്ന് പറഞ്ഞു. അതിനൊരു കാരണം ഉണ്ട്. എന്താവും? അതെന്താന്ന് ഇപ്പൊ അങ്ങനെ അറിയണില്ല. പറഞ്ഞാൽ നല്ല അറിയാം. ഞാനെന്താ പറഞ്ഞറിയോ, ആഴ്ചമാത്താനെ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ആഴ്ചമാത്താന്റെ ഏരിയ അതാവും വരിക. ആഴ്ചമാത്താനെ കണ്ടുകൊണ്ടാണ് ഇത്രയും കാലം അടുക്കള മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ആഴ്ചമാത്ത ഇവിടെ സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവും എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമുക്കൊരു രസമാണ്. അതൊക്കെ കേൾക്കണമെങ്കിൽ എന്ത് വേണം? വിസിബിലിറ്റി വേണം. എന്ത് വേണം? അങ്ങനെയൊന്നും പറയാൻ കിട്ടൂല. വിസിബിലിറ്റി. നമ്മളെ പണ്ടത്തെ അടുക്കള എങ്ങനെയാണ്? വിസിബിലിറ്റി. വിസിബിലിറ്റി. അടിയാഴ്ച ഒരു ബസർ പൂക്കുറ്റി. വിസിബിലിറ്റി വേണം. അപ്പൊ വിസിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? ഈ സാധനം തട്ട് ഫുള്ള് ചെറുതാക്കി ഞാൻ പറഞ്ഞു ആഴ്ചമാത്ത ഫുള്ളാവാത്ത ഉണ്ടാവുക. അപ്പൊ എന്തായാലും എനിക്ക് കാണാൻ വേണ്ടിട്ടും അറിയാൻ വേണ്ടിട്ടും എന്ത് വേണം? ആഴ്ചമാത്ത സ്റ്റേസ് ബാക്ക്. അപ്പൊ ഇത് എന്താവും? അപ്പൊ ഇത് നമുക്ക് തട്ടായിട്ടോ അത് നമ്മൾ എന്തെങ്കിലും സാധനമായിട്ട് വരും. ഇതൊരു പാർട്ടീഷൻ പോലെ വരും. പക്ഷെ നമ്മൾ ഫുഡ് ഉണ്ടാക്കൽ സാധനങ്ങളൊക്കെ എവിടെ വരും അറിയോ? ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരും. മോഡുലാർ കിച്ചൺ. എന്താണ് മോഡുലാർ കിച്ചൺ? മോഡുലാർ കിച്ചൺ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പം അവിടെ ഒരു വാഷ്റൂം വരും എന്ന് പറയുന്നുണ്ട്. കാരണം പുറത്ത് ഓൾറെഡി ഒരു വാഷ്റൂം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ബാത്റൂം നമുക്ക് കുളിക്കാനും. കക്കൂസല്ല, വാഷ്റൂം. അപ്പറോ അടുപ്പ് റൂം. പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ മാണ്ടേ? പുക വേണോ? ആഴ്ചമാത്ത കൊതുകുണ്ട് അടക്കി. തട്ടലി പേടിച്ചിട്ട് വേഗം കൊതുകിനെ ഒഴിവാക്കി. ആഴ്ചമാത്ത ഇവിടെ കൊതുകുണ്ടായി. മോഡുലാർ കിച്ചൺ പോവല്ലേ ആഴ്ചമാത്ത ഇതൊക്കെ ഒന്ന് കാണി. നിങ്ങൾ നമ്മളിപ്പോ ടൈം സ്പെൻഡ് ചെയ്യണല്ലോ കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ അപ്പം ഇത് രണ്ടും നമ്മളെന്താ അറിയോ പുറത്തുനിന്ന് വെളിച്ചം തെളിച്ചോൻ വരാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? രണ്ട് ഇതിട്ടു. അവിടെ എന്താ വെച്ചാല് കമ്പിയും ചില്ലും ഒന്നും ഇടുന്നില്ല, ജനാലൊന്നുമില്ല. സോക്കേസ് ഇവിടെ അടി കൂടെ വരും. ഇവിടെയൊക്കെ സോക്കേസ് വരും. അടിയിൽ ഫുള്ള് സോക്കേസ് വരും. മോഡുലാർ അല്ലേ? സോക്കേസ് നിരപ്പട്ടം വേണം. നമുക്ക് എന്താ വെച്ചാൽ 2006 നമ്മൾ പെര വെച്ച ടൈമിൽ എളാപ്പ മൂത്താപ്പന്മാരൊക്കെ ഗിഫ്റ്റ് ചെയ്ത കുക്കറുകൾ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട് സ്റ്റോക്ക്. അതായത് എന്നോ വരാനുള്ള കുടുംബക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പാത്രങ്ങൾ ഇവിടെ ഉണ്ട്. മറ്റേ വെള്ളപ്പാത്രത്തിന്റെ സൈഡ് കൂടെ ഗോൾഡിന്റെ ഇതൊക്കെ ഉള്ള. അപ്പൊ അതൊന്നും കളയാൻ പാടില്ല. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞുള്ള തലമുറക്ക് ഉപയോഗിക്കാനും പാടില്ല. നമ്മൾ മരിച്ച അതിങ്ങനെ വെക്കണം. അതിങ്ങനെ കുടിയിരിക്കൽ കഴിഞ്ഞതിന്റെ ഓർമ്മയിൽ ഇങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ ചൂടാക്കി വെക്കണം. അത് ഒരു കാലത്തും അത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഞമ്മക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ആ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റരുത്. ഇത് ഇങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ കടന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പാത്രം ഇങ്ങനെ ചെമ്പിന്റെ പാത്രം ഇങ്ങനെ ആരും ഉപയോഗിക്കാതെ കുടുംബക്കാരെ കാത്ത് ഇങ്ങനെ ഇരിക്കണം. അത് പറ്റൂല, ഉപയോഗിക്കണം. പിന്നെ എന്തിനാ പാത്രം? അതന്നെ എനിക്ക് നിങ്ങളോടും പറയല്ലേ. അപ്പൊ പാത്രങ്ങളൊക്കെ അടിയിലാണ് നിരത്തും. അവിടെ ആലുവ അടുപ്പാണ് വരും ഇവിടെ. അതായത് ആഴ്ചമാത്ത ഇവിടെ എങ്ങനെ നിൽക്കുമ്പോ അടുപ്പ് ഇവിടെ എങ്ങനെ ഉണ്ടാവും. തീയൊന്നും കൂട്ടണ്ട. അല്ലെ പിന്നെ എന്ത് ചെയ്യാ, ഒരു കുഴിമന്തിന്റെ കുയ്യാണ് കുയിക്ക അവിടെ. കുഴിമന്തി ഉണ്ടാക്കി കൂടെ? അതും പറ്റൂല, അടുപ്പ് തന്നെയാണ്. പേടി പോണ്ടെന്നാല് നല്ല ആടിനെ ഇറക്കി വെക്കാൻ പറ്റിയ ആയത്തിലോട്ട് കുയ്യാണ് കുത്തിയിട്ട് അങ്ങോട്ട് ആളിച്ചാണ്ടല്ലോ മന്തി റെഡി. ഒരു മന്തി വെച്ചാൽ മതി. ഇവിടെ എന്തെല്ലാം വെക്കും നമ്മളെ അഭിപ്രായം സ്റ്റൈലില് വെച്ചൂടെ മന്തി? നമ്മളെപ്പോഴും വെക്കണം. ആടുമന്തി വെക്കണ്, മറ്റേ ബീഫ് മന്തി വെക്കണ്, കോഴിമന്തി വെക്കണ്. അങ്ങനെയൊന്നും വെച്ചാൽ അടുപ്പുണ്ടാവില്ല. ഓരോന്ന് പറഞ്ഞാല് കുഞ്ഞിനൊന്നും മന്തിന്റെ ടേസ്റ്റ് ആണ് വരുന്നുണ്ടല്ലോ. ഇതാണ് മന്തി കുയ്യാണ് വേണം. അതിന് കുയ്യൊക്കെ നമുക്ക് അടുപ്പുണ്ടാവില്ല. മന്തി കുയ്യ ഉണ്ടാവുള്ളൂ. പിന്നെ അയക്ക് ഇറക്കേണ്ടി വരും സാധനങ്ങളൊക്കെ. പറ്റില്ല, എന്നാ വേണ്ട. ആയിക്കോട്ടെ, എന്നാ അടുപ്പായിട്ട്. അതേപോലെ അപ്പൊ ഇതാണ് അടുക്കളന്റെ വിശേഷങ്ങൾ വരുന്നത് കേട്ടോ. ഈ ഏരിയയിലാണ് വലിയ അടുക്കള വരാനുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കുകയാണെങ്കിൽ വരൂ, ഉള്ളിലേക്ക് വരൂ, കടന്നു വരൂ. അപ്പം ഇതാണ് ഈ റൂം. ഇപ്പൊ
ഷോറൂം ഈ റൂം ആവശ്യമാണല്ലേ ഇപ്പൊ സ്റ്റോർ റൂം അല്ലേ സ്റ്റോർ റൂം അല്ല, ആ ഡ്രസ്സിംഗ് റൂമാണ്. ഡ്രസ്സിംഗ് റൂം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒഴിവാക്കിയ ഡ്രസ്സിംഗ് റൂം ഇങ്ങോട്ട് ആ ആവശ്യമാണല്ലേ കുറച്ചുകൂടി വിശാലമായിട്ട് എന്ന് വെച്ചാൽ ഒന്നുകൂടി റൂമിലാവുമ്പോ ഒരു ഗെയിമിംഗ് റൂം ആക്കിയാലോ ഗെയിമിംഗ് റൂം മുകളിൽ ഇതിന്റെ മുകളിൽ. കാരണം എന്താ വെച്ചാൽ അപ്പൊ അഫിനെ വിളിച്ച അടുക്കളയ്ക്ക് കിട്ടും ചെയ്യും ഗെയിം വിളിച്ചിരിക്കുമ്പോ. ഗെയിമിംഗ് റൂം പറഞ്ഞാൽ മുകളിൽ വിശാലമായിട്ട് നല്ല ഓപ്പൺ എയറിൽ ഗെയിമിംഗ് ഓപ്പൺ ആയല്ലോ. നമ്മളിവിടെ ടി വി വെക്കുക, ഒരു PS5 ഒക്കെ ഒരു ടി വി ഇവിടെയാണ് കേട്ടോ. PS5 ആണ് വെച്ചിട്ട് ഇവിടെ റൂം ഗെയിമിംഗ് റൂമാണ് ആക്കിയാണ്ടല്ലോ. ഇവിടെ ഏഷ്യൻ വെച്ച് ഈ വാതിലാണ് അതിന്റെ അടച്ചാണ്ടല്ലോ. പ്ലാൻ ഇനി മാറ്റില്ല, അത് നമുക്ക് അത്യാവശ്യമാണ് അവിടെ നോട്ടെ ആണല്ലേ. കേട്ടോ. ടി വി ഇപ്പോഴെങ്കിലും മാറ്റല്ല, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അതിന് മാത്രമുണ്ട്. വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തില്ലേ വന്നപ്പോ അതുവരെ നമ്മളെ അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും പറയാം. അതായത് എനിക്ക് ഓഡിയൻസിനോട് സജഷൻ ചോദിക്കാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ എല്ലാവരും അഭിപ്രായം പറയേണ്ട കാര്യമാണ് കേട്ടോ മനസ്സിലായി. അതായത് ഇവിടെ ഓൾറെഡി ഒരു കിച്ചൺ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് നമ്മൾ നോമ്പിനൊക്കെ എല്ലാവർക്കും ഇരിക്കാനും അല്ലാത്ത ടൈമിൽ ഇപ്പോൾ നോമ്പല്ലാത്ത ടൈമിൽ ഇവിടെ എപ്പോഴും ഒരു 10-15 ഫുഡ് കഴിക്കാണ്ടാവും. ഞാൻ പറഞ്ഞത് നീളത്തിലും വീതിയിലും എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഇങ്ങനെ ഇടുക, എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പറ്റിയ. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇവിടെ ആയിട്ട് അടുക്കള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുക. അവിടെ എന്ത് ചെയ്യുക, ഫുഡ് വെക്കാനുള്ളൊരു ഡബിൾ അടുക്കള സെറ്റ് ചെയ്യുക. അപ്പം ഇവിടെ അടുക്കള സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഒരു പെരക്ക് ഇതിപ്പോൾ ഉമ്മച്ചി പറഞ്ഞ പ്ലാനാട്ടോ, ഇവർ പറഞ്ഞ പ്ലാനല്ല കേട്ടോ, സഫാൻക്ക് പറഞ്ഞ പ്ലാനല്ല. അപ്പം ഇങ്ങനെ 3 അടുക്കളൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല 3 അടുക്കളൻ്റെ ആവശ്യമുണ്ട്. നമുക്കിവിടെ അടുക്കള ഇല്ലാതെ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പരിഗണിക്കുന്നതായിരിക്കും, കാരണം അതിപ്പോഴും ഡൗട്ടിൽ കിടക്കുകയാണ്. ആ ഒരു തീരുമാനം എല്ലാവരും പരിഗണിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റൂം ഇപ്പോൾ നമ്മളെ പഴയ അടുക്കളയും നമ്മളെ TV വെച്ചിന് ഹാളും വരുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് അടുക്കള അല്ലാതെ, ഇതിപ്പോൾ നമ്മളെ പഴയ അടുക്കളേനി ഇവിടെ വെറുതെ കിച്ചൺ കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഒരു തട്ടൊക്കെ കൊടുത്തിട്ട് ഒരു സിറ്റിങ്ങൊക്കെ എടുത്തിട്ട് നമ്മളൊരു പിന്നെ അടുക്കളൻ്റെ രൂപമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവരും ഒന്ന് ഗസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല ഐഡിയകൾക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. ഇവിടെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാവർക്കും കൂടാൻ പറ്റി. അപ്പോൾ നമ്മളെല്ലാവരും കുടുംബം മേലെ ഇരിക്കല്, എല്ലാവരും കുടുംബം മേലെ ഇരിക്കല്. അതിന് പകരം എന്ത് ചെയ്യുക, എല്ലാവരും താഴെ ഇരുന്നിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് പ്ലാൻ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നല്ലൊരു സോഫയും ഒരു TV ഒക്കെ വെച്ചിട്ട് ഫുള്ള് നമുക്ക് നമ്മളെ മറ്റേ മ്യൂസിക് വീഡിയോസൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ കാണാനും പരിപാടിക്കൊക്കെ ആയിട്ടൊരു സെറ്റപ്പ്. ഇവിടെ എന്താ വരുന്ന അറിയോ, അങ്ങനെ പറയണ ആയാലായിരിക്കും. അവിടെ ഒരു ചായ കുടിക്കാൻ പറ്റുന്ന സ്പോട്ടാക്കും. ഇവിടെ ഗ്ലാസും ഇതൊക്കെ കൊടുത്തിട്ടേ അവിടെ പൊന്തിച്ചോക്കോ, അവിടെ പൊന്തിക്കൂല. ഈ ഏരിയ തന്നെ കട്ട മാറ്റിയിട്ട് പുല്ലിട്ട കട്ടാക്കും. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് എന്താക്കും, നമുക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാക്കും. ഇവിടെ ക്ലാസ് അല്ലേ ഇപ്പോൾ? ആ ചമ്മലും ഇമ്മനും വായിക്കാൻ ചാടണ്ടേ. ഞാൻ എന്നും അവരോട് ഒരു വല എടുക്കാൻ പറയും. എന്ത് ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. കിണറോ? ആ കിണറ് ഏത് തമ്മില്? ആ മൂച്ചിന്റെ ചമ്മല് അങ്ങനെ നീക്കിയത്. ആ മൂച്ചിന്റെ അല്ലേ? മൂച്ചിന്റെ ഇലയൊക്കെ പോഷകല്ലേ? പോഷകാണ്. കറുത്ത ആരും വെള്ളം കുടിച്ചൂല. എന്നാ പിന്നെ മാറ്റാ. അതിന് പരിപാടി നിന്ന് പറയണമെന്ന് ഒരു വലാന്ന്. കിണറിൽ 5 റിങ് എടുത്തോട്ടോ, 5 റിങ് അടിക്ക് താഴ്ത്തി നിലവിലുള്ള ഇപ്പൊ അടുത്ത് 20,000 റുപ്യന്റെ പണിയെടുത്ത് പൈല് അതിന്റെ അടിയിൽ വെള്ളം. അതിന്റെ അടിയിലോ? ആര് പണിക്കാർ വന്നിട്ട്. അപ്പൊ എന്താ സംഭവിക്കുക, വെള്ളം കൂടും. മോട്ടർ ഒന്നുകൂടി ഇറക്കി വെക്കാം. മറ്റേ ഈ വേനൽ വരുമ്പോ വെള്ളത്തിന് ഷോർട്ട് ചെയ്യുന്നു, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അടിക്ക് താത്തി ഈ റിങ്ങിന്റെ എന്തെങ്കിലും പറയണ്ട, അത് പരിഹരിക്കിപ്പാ. അപ്പം നല്ല ഇവിടെ ഈ സ്ലൈഡിങ് ഗ്ലാസ് ആണ്. ഒരു ഭാഗം നിന്നാൽ ഇവിടെ നിന്നുള്ള ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്നത്. അപ്പൊ ഈ കാറ്റ് ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കാറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ്. എല്ലാം ഇന്നലെ ആയിക്കോട്ടെ ചോദ കഴിഞ്ഞായി. ഇനി പടി കൂടിയുള്ളൂ. ഭായിമാർ റൂമിൽ വൃത്തിയിൽ കൊണ്ടിരിക്കണത്. ഇത് ഭായിമാർ നിൽക്കണ റൂമാ, പച്ചി വെച്ച് നിന്ന റൂമ്. ഇവിടെ നിൽക്കല് പായ കഴിച്ച് ഓരോ റൂം വൃത്തിയിൽ കൊണ്ടിരിക്കണം. കെട്ടുമാറപ്പോൾ ആൾക്കാർ കണ്ടോട്ടെ, ഒരു ആൾക്കാർ ശരിക്കും മനസ്സിലാക്കട്ടെ. റിസ്കി ഷോട്ടുകളാണ്. അപ്പം ഇവിടുത്തെ വാഷിംഗ് ബേസിൻ പോയി, ഇനി പെയിന്റിങ്ങും കാര്യങ്ങളും പോകട്ടാ കുറച്ച് കഴിഞ്ഞാല്.
ഇതാണ് നോമ്പ്. ഞങ്ങൾ പോയിക്കോളൂ ഇൻഷാല്ലാ. വിളിക്കിട്ടാ. ഓക്കെ, ഇനി വീണ്ടും കാണും വരെ. വീണ്ടും കാണാം. വണക്കം. വടക്കം. അപ്പം ഇത് നമ്മൾ നല്ല മിസ് ചെയ്യട്ടാ, ഈ ഒരു പെയിന്റിങ്ങിന്റെ ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു എല്ലാവരും വന്ന് മറ്റേ പലിശ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പല്ലേക്കണ ഏരിയ ഈ ഏരിയ. വാട്സപ്പിലാ ഇവിടെ ചാനലും സാധനങ്ങളും കയറിട്ടോ. ഇത് ഫ്രണ്ട് വാതില് ഇവിടെ ഇനി ഷേപ്പിലാക്കണം. ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലേനി, അപ്പോൾ ഇത് സ്ക്വയർ ഇങ്ങനെ വേണ്ട, അല്ല സ്ക്വയർ ഷേപ്പിലാക്കും. ഇങ്ങനെ വേണ്ട. ആ അങ്ങനെ പോണ്ട. ആ നല്ല എടുത്തേനില്ലേ, നമ്മൾ താന്ന് പോണ്ടീനില്ലേ. ആ ഇനി നേരെ വരാം. ഫുള്ള് താങ്ങിയേക്കല്ലേ, ഇതിട്ടിട്ട് താങ്ങിയാലേ പൊന്തുള്ളൂ, അല്ലെങ്കിൽ സിമെന്റ് പൊളിഞ്ഞാടും. ബാ. അപ്പം ഇവിടെ റൂമിൻ്റെത് ഇപ്പം മാറ്റങ്ങളൊന്നുമില്ല, സെയിം തന്നെ. നമ്മളെ റൂം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി പണിയെടുക്കണം. ഇത് അതിൻ്റെ മേലെ അടിക്കൽ തുടങ്ങൂലേ അപ്പം. മാക്സിമം ഹൈറ്റിൽ അടിക്കാനി. ആ ഈ ഹൈറ്റ് ഓക്കെയാണ്. ഈസി ഹൈറ്റാലോ. കുറച്ചുകൂടി ഉയരം വേണ്ടിയിരുന്നു. വേണ്ടേ? ബാത്റൂമല്ലേ, ബാത്റൂം ഇവിടെ. അത്ര ഹൈറ്റ് മതിയടാ, ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യത്തിൽ ഹൈറ്റ് ഉണ്ട്. ആ അതൊക്കെ എടുത്തായിട്ടുണ്ടാവും. ആ ശരി, എടുത്തായിട്ടുണ്ടാവും. അപ്പോൾ ഇത് വാഷ്റൂം, ഇത് നമ്മളെ ഡ്രസ്സിൻ്റെ വാർഡ്രോബിൻ്റെ ഒക്കെ റൂം കേട്ടോ. നമുക്ക് മേലെ ഭാഗം ഒന്ന് കാണിച്ചു തരാം. പോയില്ലേ, പോവാണെന്നാണ്. അയ്യോ മേ എന്തേ, ഏത് ടീച്ചറ്? ഇവിടെ കാണുമ്പോഴാണ് ഇടങ്ങാറ്. അല്ല ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിങ്ങനെ ആക്കിയോ? ആ മരപ്പട്ടി ഉണ്ടേ. ലൈറ്റ് ഉണ്ടോ? ആ ഇത് ലൈറ്റ് ഉണ്ടാവില്ല അല്ലേ. ഇങ്ങനെയല്ലേ ഉള്ളു. ഇത്ര ലൈറ്റ് ഉള്ളതാണ് ഈ ലൈറ്റിന് ചെയ്തത്. അത്രയും സ്പേസ് ഉണ്ട്. അത് ഇങ്ങനെ ചെയ്തുടന്നാ ലൈറ്റ് കിട്ടോ? ലൈറ്റ് കിട്ടോ? ഷോർട്ടാവുന്നില്ലല്ലോ. അയ്യ കറുപ്പര പറയാനാ, നിനക്കറിയാല്ല. ആ ഫുള്ള് വൃത്തിയായല്ലോ. നമുക്ക് സോഫ കൊണ്ടുപോകണം വേൾഡ് കപ്പ് ആകുമ്പോത്തിന് അവിടേക്ക്. എവിടേക്കാച്ചാ കൊണ്ടുപോകാം നമുക്ക്. എല്ലാ ഡ്രസ്സും ഒന്ന് തിരുമ്പണ്ടി വരും കയറുന്നതിന് മുന്നേ. എവിടെ ടി വി ഊരിപ്പോയിട്ടോ. ടി വി ഒക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റി. ഈ സാധനങ്ങൾ ഫുള്ള് ഇവിടുത്തെ വീട്ടിലത്തെ സാധനങ്ങളാട്ടോ. കീബോർഡും പരിപാടികളൊക്കെ ഇവിടെ കിടക്കണേ. സംഗീതമേ സനിധ സനിധ സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ സനിധ ധനിധ. ഇത് ഹസനത്ത് വന്ന ഗിഫ്റ്റാ. എടാ ഇതിലൊക്കെ വേ പ്രോട്ടീൻ ഉണ്ടല്ലോ അഫിയെ. ഞാൻ തോന്നണ്ട ആ വേ പ്രോട്ടീൻ. വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും വന്നോണ്ടിട്ടോ കൂറ്റന്മാർക്ക്. നമ്മളത് വേൾഡ് കപ്പ് ഉണ്ട്. അപ്പോൾ വേൾഡ് കപ്പ് കിട്ടാത്ത ഏതെങ്കിലും ടീമിൻ്റെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സാധനമാണെങ്കിൽ പറഞ്ഞാൽ ചെറിയ വിലക്ക് കൊടുക്കും കേട്ടോ. ആ ജിമ്മത്തെ ഷൂ ഒക്കെ എവിടെയാണല്ലേ. ആ ആ ഇതെവിടുന്നാ ബുൾഡാക്ക്? ഓർഡർ ചെയ്താ
എന്ന് 2x സ്പൈസി ആണ്. അത് ഒരു തുള്ളി ഇട്ടിച്ചാൽ മതി. ഈച്ചുവിന്റെ ബെഡ് ഞാൻ എൻ്റെ ബെഡ് എവിടെയാന്ന് ഇങ്ങനെ ചോദിക്കേ. കണ്ടു. ഓഫാക്കി. ഈ റൂമത്തെ ലൈറ്റ് ഇട്ടാ സീനല്ലേ. അപ്പം ഈച്ചുവിന്റെ ബെഡ് എവിടെയെന്ന് ഇങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് ഈ വീട്ടിലത്തെ ഏറ്റവും ഡേഞ്ചർ ഡോർ കേട്ടോ. ലയിച്ചോ ഇപ്പൊ വീട്ടിലുള്ളതില് അപ്പൊ ഇതാണ് ഇപ്പൊ വീട്ടിലുള്ളതിൽ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ഡോർ കേട്ടോ. ബ്ലൂ പ്രിന്റ് കിട്ടി. ഇവിടെ വെച്ചോക്ക് കാലും ഇതും വെച്ചോക്ക് ഫ്രെയിം മറന്നോ. ഇതൊക്കെ നേരെ എന്ത് ചെയ്യാ എൻ്റെ ബാത്റൂമിൻ്റെ പണീൻ്റെ കൊടുക്കാണ് ചാടാ. കാരണം ബാൽക്കണി പോയി. ഇവിടെ പണ്ട് ബാൽക്കണി ഉണ്ടെനി. അല്ല ഇനിയിപ്പോൾ പണി കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാവോ? എന്നാൽ ഇവിടെ നിൽക്കണ ജീവിതം ഒരു ചൂതാട്ടത്തിലാവട്ടോ. ഈ ഡോർ കാലാകാലത്തിന് ലോക്ക് ചെയ്താണ്ട് ജീവിതം ചൂതാട്ടത്തിൽ. ഇതാ ബ്ലൂ പ്രിന്റ് ആൻസർ കേട്ടോ. അത് വാർഡ്രോബ്, ഇത് വാഷ്റൂം, ഇത് ഇപ്പച്ചിൻ്റെ ഒക്കെ റൂം, അവിടെ അത് അടുക്കള. ഈ ഏരിയയിലാണ് മെയിനായിട്ട് പണി നടക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മള് ഫസ്റ്റ് പണി കഴിച്ചാന്ന് വിചാരിച്ച ഈ അടുക്കള മാത്രമാണ്. എടാ ചാമ്പിട്ടോ അളവില് ഇപ്പച്ചി മാക്സിമം ഇങ്ങോട്ട് എടുപ്പിച്ചു. അതായത് അത് നല്ല വലുപ്പമുണ്ട്. എന്റെ ബാത്റൂമിൽ ഹലോ ആരാ പിന്നെ ദൃശ്യത്തിലേ ലാസ്റ്റേ അത് പറഞ്ഞാ മതി. ദൃശ്യം വേഗം പോയി കണ്ട്. അവാർഡ് ഇതാ കിടക്കണേ. കാട്ടാളന്റെ അവാർഡ് അതാ കിടക്കണ്. ഫ്ലവേഴ്സിന്റെ അവാർഡ് അതാ കിടക്കണ് കേട്ടോ. അവാർഡുകളൊക്കെ അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റൂമൊക്കെ എടുത്ത് വെച്ചതാ. ദീശുവിൻ്റെ ബെഡില്ലേ? ഇതൊരു നല്ല ബെഡല്ലേ. ഈ ബെഡ് ആ പെരി കിട്ടിക്കണേ സെറ്റേന്. ഇന്റെ ബെഡ് ആ പെരി കിട്ടിക്കണേ സീനല്ലേ. അല്ല അത് ഇപ്പച്ചിന്റെ ബെഡാ കിട്ടിക്കണേ. ഇന്റെ ബെഡ് ഇതാ. ഓ മോനെ ഇന്റെ ബെഡിന്റെ സുഖം. ഇതൊന്നും ഇവിടെ നോക്ക്. ഓ ഇവിടെ ഇരിക്ക്. ഇന്റെ ബെഡ് പോലെ ഇന്റെ ബെഡ് മാത്രം. ഇതില് കടന്നു സുഖം ഉണ്ടല്ലോ. അത് കടന്ന അല്ലേ. ഈ ബെഡ് ഞാണ്ടല്ലോ ഉറക്കത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ് ഈ ബെഡ് വാങ്ങിയത്. 6 വിലക്ക്. അതായത് ഇങ്ങോട്ട് 7 അടി 6 അടിയാ ഇങ്ങോട്ട് 7 അങ്ങോട്ട് 7 ആണ്. അതായത് 3 4 പുതിയ ബെഡ് എടുക്കൂലേ? ഇങ്ങോട്ട് മാറിക്കോട്ടോ. എന്റെ സീലിംഗ് അവിടെ പൊളിഞ്ഞാടാനായിക്കണ്. അവന്റെ തലേക്ക് ചാടുക മെരുക് കണ്ടിട്ടേ. സീലിംഗ് ഇങ്ങനെ എങ്ങനെയാണല്ലോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പരപ്പന എടുത്ത ടീമിനെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ കേട്ടോ. ഇവലല്ല, ഇതിപ്പോൾ സൊഫാനിക്ക് നമ്മളെ പുതുതായിട്ട് നമ്മളെ രക്ഷിക്കാൻ വന്ന ആളാണ് ഡ്രീം ഡിസൈൻ. പക്ഷെ നമ്മളെ കഴിഞ്ഞ പണി എടുത്തോല് അത്രയും സൂപ്പറായിട്ട് എടുത്തോണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, ഇത്രയും പെട്ടെന്ന് പൊളിക്കാൻ പറ്റിയത്. 2 കൊല്ലത്തിൽ തന്നെ എന്ത് ചെയ്തു, ഇവിടുത്തെ സീറ്റുകൾ ഫുള്ള് പൊളിഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ റൂമത്തെ ഫുള്ള് കൊണ്ടു. അത് കൊണ്ടു ഇത് കൊണ്ടു. ഓലെന്ത് ചെയ്തു, കഴിഞ്ഞ പരപ്പന എടുത്തോലെ എന്ത് ചെയ്തു, പൊട്ടിട്ടപ്പോൾ എന്ത് ചെയ്തു, പ്രൈമറൊന്നും ഇടാതെ എന്ത് ചെയ്തു, പെട്ടെന്ന് പണി തീർത്തു. മാക്സിമം പെട്ടെന്ന് പ്രൈമർ ഇടാതെ ഇങ്ങനെ വെള്ളച്ചമരുമ്പോ പൊട്ടിട്ടു. എന്നിട്ട് എന്തായി, പേര മൊത്തം നല്ല ടൈം എടുത്തിട്ടല്ലേ. ടൈമിന്റെ പോട്ടെ, കഥ ഞാൻ പറയണില്ല, ഞാൻ പേരും കാര്യങ്ങളൊന്നും സൂചിപ്പിക്കണില്ല. ജന്മണ്ടേ ഓൾക്ക് കൊടുക്കാതൊക്കെ, അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പക്ഷെ ഞാൻ ആളെ പറഞ്ഞില്ല, വെറുതെ ഒരാളെ ആദ്യപ്പോ പറയാൻ പറ്റില്ല. വെറുതെ ഒരാളെ കഞ്ഞിയിൽ പാറ്റിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെങ്കിൽ ഓല് നല്ല കഞ്ഞിയിൽ പാറ്റിയും പല്ലും കൂറാച്ചിനൊക്കെ ഇട്ട് പോയും ചെയ്തു. ഈസാന്റെ റൂമത്തെ സീലിംഗ് ഇപ്പോൾ പൊളിഞ്ഞാടി, അഫീഫിൻ്റെത് പൊളിഞ്ഞാടാ നിൽക്കണ്. വെള്ളം നിറഞ്ഞിക്കൂലേ, അതേമാതിരി നിക്കണേ, ബബിള് പോലെ ഇങ്ങനെ നിൽക്കണുണ്ടോ, പാർട്ടീഷനായി രണ്ടും സ്വയം പൊട്ടിയില്ലേ. ഇതാണ് നമ്മളെ കഴിഞ്ഞ പെരപ്പണി എടുത്ത ടീം സെറ്റ് ചെയ്താണ്ടത്. കണ്ടോളിയും കാര്യങ്ങൾ കളറാക്കി.
അതായത് ഇതാ അത് പോട്ടെ, ബാക്കടി അതല്ല, ബബിളായിട്ട് വെക്കണം. ഇത് എപ്പോഴും പൊട്ടും. ഈ പാർട്ടീഷൻ, ഈ സീലിംഗുമത്തെ പാർട്ടീഷൻ നമ്മൾ കൊടുത്തല്ല കേട്ടോ, ഇത് ഓലെന്നെ ചെയ്ത പാർട്ടീഷനാണ്. ഈ പാർട്ടീഷൻ ഓല് ചെയ്താണ് കേട്ടോ. മെരുകില്ലേ ദിവസം കിടക്കുമ്പോഴേ അല്ല മെരുക് ഓലെ കൊണ്ടല്ല, അല്ല അതല്ല ഞാൻ ഓല അറിയല്ല, മെരുകി വരുന്നത് അറിയാം. അത് പൊട്ടിക്കണോ അവിടെ റൂമിന്റെ അവസ്ഥ ഒക്കെ മോനെ. ക്യാമ്പുള്ളപ്പോ അപ്പൊ ഇതാണ് ഇപ്പത്തെ മൊത്തം സിറ്റുവേഷൻ. ആരാ കുടുങ്ങിയത്? പേടിച്ചു പോയോ? ഓളെ ഫോൺ എടുത്തോ, തൊരക്ക് കയറണോ? തൊരക്ക് ഈച്ചിക്കാക്കോ ഇപ്പച്ചേ തൊരക്ക്. ഈ ഇതെന്താ സംഭവം? ഇത് ഇവിടെ ഇല്ലേനല്ലോ. ഞാൻ ഷെൽഫായിരുന്നേ, അത് കട്ടിലല്ലേ, മോഡുലാർ കട്ടിൽ. ഇതാണ് മോഡുലാർ കട്ടിൽ കേട്ടോ. എന്തേ ഒരു 8 കല്ലാണ് കൊന്നു? അല്ല ജീവിച്ചിക്കണല്ലോ. മോഡുലാർ കട്ടിൽ വേണേ കണ്ടോളിട്ടോ. ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറ്റ കുടുങ്ങണെങ്കിലൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന റൂം എൻ്റെ റൂമേനി. ഇവിടെ AC വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ പറ്റൂല, ഇവിടെ പണി കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഓ ഈസാനെ, ആ സീലിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ മാറല്ലേ അത്. ഇതിൻ്റെ അടിയിൽ നമ്മൾ ജീവിച്ചല്ലേ, ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ജീവിച്ചു കേട്ടോ ഇത്രയും കാലം. സീലിംഗ് ഒരു വള്ളി കെട്ടാനല്ലേ? പക്ഷെ ഇതൊന്നും സീലിംഗ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. സീലിംഗ് ഉണ്ടാവാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും. പൊട്ടി പോകാനായോ? ഇത് ഇന്നെ ചിത്രപ്പണിയാൽ കൊത്തിയെടുത്ത ചവിട്ടില്ലത് ആരത്? ആഫീഫിന്റെ തല മാത്രം ആരാ അർത്ഥം? ഇതാ ഇത് മാറ്റല്ലേ? മാറ്റ് എന്റെ ഫോട്ടോ ഇത് ലൈറ്റ് ഫുള്ള് ഊരില്ലേ? ഗിഫ്റ്റാണേ. അപ്പം ഇതാണ് മൊത്തം സിറ്റുവേഷൻ, മൊത്തം സെനാരിയോ. മേലെ ഭാഗത്ത് ഒരു തരത്തിലുള്ള സ്റ്റേയും കാര്യങ്ങളും നടക്കില്ല. നടന്നിനിപ്പോൾ ഈ റൂം പണി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ, ഇവിടെ ഈ 2 സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പം ഈ റൂമിൻ്റെ സാധനങ്ങളടക്കം എൻ്റെ റൂമിൽ കൊടുത്തിട്ടിരിക്കണം ഇപ്പോൾ. അപ്പം സ്റ്റേയിലും പരിപാടി ഇനി നടക്കും തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വീട് പണീൻ്റെ അപ്ഡേറ്റ്സ്. നമുക്കിനി ചിലപ്പോൾ എ ഫ്രെയിം വരെ പോകണ്ടാവും. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കാട്ടാളൻ എല്ലാവരോടും ഞാൻ 1 സെക്കൻഡ് പറയുന്നത് 28 റിലീസാകാൻ പോകുന്നത്. 25 ഹംദം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ആൽബം റിലീസാകാൻ പോകുന്നത് ഹെഷാംക്കാടെ കൂടെ. അപ്പോൾ ഹെഷാംഖാൻ്റെ യൂട്യൂബ് ചാനലിൽ വരും. നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊളാബ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കാണുക, മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. 2 സാധനങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 1-2 പരിപാടികൾ വരാൻ പോകുന്നുണ്ട്. ഒരുപാട് പരിപാടികൾ അണിയറയിൽ നടക്കുന്നുണ്ട്. കഷ്ടപ്പെടുന്നുണ്ട്. അതായത് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാൻ കഴിയാത്തത്. വേറെയുള്ള കഷ്ടപ്പാടിക്ക് പോകുമ്പോഴാണ് വ്ളോഗ് സ്റ്റക്ക് ആവുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നെനിക്കറിയാം. പക്ഷെ എന്നാലും 2 കൂടി വേണ്ടേ? കാരണം അതിൽ ഞാൻ വളർന്നത്. അപ്പോൾ എനിക്കത് സ്കിപ്പാക്കാൻ പറ്റൂല. 2 കൂടിയേ 2 പാടി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും പടം കാണുക. എന്നിൽ ഓവർ പ്രതീക്ഷകളൊന്നും തന്നെ വെക്കാതെ വളരെ ചുരുങ്ങിയ സമയത്തേക്കുള്ളൂ ഞാനുള്ളത് മനസ്സിലാക്കിയിട്ട് സിനിമയ്ക്ക് പോവുക. പക്ഷെങ്കിൽ പ്രതീക്ഷിക്കാനും എൻജോയ് ചെയ്യാനും ഗൂസ് ബംസ് അടിക്കാനും ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണ് കാട്ടാളൻ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടും നിങ്ങൾ സിനിമയ്ക്ക് പോവുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിവരങ്ങളും വിശേഷങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ കാണാം. അപ്പോൾ ഈ ഒരു പില്ലറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വീടിന് വരിക കേട്ടോ. പുതുതായിട്ട് കുറച്ച് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുറച്ച് പില്ലറും സംഭവങ്ങളൊക്കെ വരും. ആ ഭാഗം മാറും, റൈറ്റ് സൈഡ് മാറും, ലെഫ്റ്റ് സൈഡ് മാറും. എന്തായാലും വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഇൻഷാല്ലാ. എല്ലാവരും പ്രാർത്ഥിക്കും നല്ല രീതിയിൽ കഴിയാനും സെറ്റാവാനും. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോയോക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ എ ഫ്രെയിം ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എ ഫ്രെയിമിൻ്റെ പണികൾ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ ഫൈനൽ സ്റ്റേജുകളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ ചൂട് കാലത്ത് ചെറിയ ചൂടുണ്ടാവും. മഴക്കാലമാകുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ മഴ കാര്യങ്ങളുള്ളൊരു ലൊക്കേഷൻ. അതേപോലെ തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ ഒരു തണുപ്പുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. എല്ലാ ക്ലൈമറ്റിലും നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. പിന്നെ ഇതാണ് നമ്മളെ
കിച്ചൺ കേട്ടോ. കിച്ചൺ പറഞ്ഞാൽ നമ്മളെ റെസ്റ്റോറൻ്റ് അല്ല, എന്താ പിന്നെ പറയാം, എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ്. ഗസ്റ്റ് ഹൗസ്. ആ, അപ്പോൾ ഇതിൻ്റെ മുതലാളിമാരാണ് അവിടെ ഇരിക്കണം കേട്ടോ, ഈ ചുമ്മച്ചിയും ഇതിലാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ. ഇതിൽ നമ്മളില്ല, കണ്ടാൽ മതിയാണ് ഞങ്ങളൊക്കെ കേട്ടോ. പക്ഷേ ഈച്ചുവിനെ സമ്മതിച്ചില്ല. ഈച്ചു ചെറിയ പ്രായത്തിലാണ് ഓരോ പരിപാടികൾ ഓണാക്കി വരുന്നത്. ഈച്ചുവിൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പരിപാടികളൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. ഇത് മാത്രമല്ല, വേറെയും നല്ല നല്ല പരിപാടികളിൽ ഈച്ചുണ്ട് മാഷാ അല്ലാഹ്. സോ ചെറിയ പ്രായത്തിൽ വളരെ വിവേകത്തോടെ ചിന്തിച്ച് തീരുമാനം എടുത്തിട്ട് അവനവൻ്റെ സ്വന്തം ബിസിനസ്സുകൾ കൊണ്ടുനടക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ചെറിയ കാര്യമില്ല. ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ ഓട്ടപ്പാച്ചിലാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഞാനിൻ്റെ പ്രൊജക്റ്റുകൾ പിന്നാലെ നടക്കുന്നുണ്ട്. നല്ല കുറച്ച് പരിപാടി വരാനുണ്ട്. ഒരു അന്നെ കണ്ണിടറി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വരാനുണ്ട്. ആ പാട്ടൊക്കെ എന്തായാലും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് പാടിയിട്ടുണ്ട്. നമ്മൾ ശ്രേയ ഘോഷാലിൻ്റെ കൂടെ ഈ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ പാടി. ഇനി നമ്മൾ ഒരാളെ കൂടെ ഒരു ഫീമെയിൽ സിംഗറെ കൂടെ നമ്മൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ആരാവുന്നുള്ളത് എല്ലാവരും മസ്റ്റായിട്ടും ഗസ് ചെയ്യുക. സോ എന്തൊക്കെ പറഞ്ഞാൽ വളരെ നല്ലൊരു ഇയറാണ്. കാരണം രവി ബസൂർ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു സിനിമയിൽ എനിക്ക് കുറച്ച് അഭിനയിക്കാൻ പറ്റി, കുറച്ച് ഭാഗത്ത് വരാൻ പറ്റി. അതുപോലെ തന്നെ നിഹാൽ ഖാൻ്റെ പ്രൊമോ സോങ്ങിൽ എനിക്ക് ഭാഗമാകാൻ പറ്റി. അതുപോലെ തന്നെ ശ്രേയ ഘോഷാലിൻ്റെ കൂടെ പാടാൻ പറ്റി. ഹെഷാം ഖാൻ്റെ കൂടെ അർജുൻ ദാസിൻ്റെ സിനിമയിൽ പാടാൻ പറ്റി. ഹെഷാം ഖാൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഹെഷാം ഖാൻ്റെ സക്കരിയ ഖാൻ്റെയും കൂടെ, സുഡാനി ഫ്രം നൈജീരിയൻ്റെ സക്കരിയ ഖാൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ, ഒരു കിഡിലൻ ശ്രേയ ഘോഷാലിനെ പോലെ തന്നെയുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ, ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ആരാവുന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക. അപ്പോൾ 2 പണിയാണെന്നുള്ളത് കേട്ടോ. ഒന്നാ നമ്മളാ റൂം എങ്ങനെ ആക്കും എന്നുള്ളത്, അടുക്കളുടെ അപ്പുറത്തുള്ള സാധനം എങ്ങനെ ആക്കും എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻസിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിസ്റ്റ് ആരാവും എന്നുള്ളത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഗസ് ചെയ്യുക. വെറുതെ ഒന്ന് ഗസ് ചെയ്തിട്ടൊക്കെ ശരിയാണോ നോക്കാമല്ലോ. അപ്പോൾ അതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളിലൊക്കെ ആയിട്ടാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം പാട്ടും എനിക്ക് ടാലിയാക്കി കൊണ്ടുകൊണ്ടുകൊണ്ടാണ് എനിക്ക് വ്ളോഗിൽ കുറച്ച് ലാഗ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എന്താപ്പോൾ പറയാം, ഒന്ന് സെറ്റാവാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ POP ഒക്കെ ചെയ്തു. എഫ്രൈമിൻ്റെ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഈ വാതിലിൻ്റെ സാധനങ്ങൾ ചെയ്തു. ഇവിടെ നിന്നിട്ടാണ് പുഴൻ്റെ വ്യൂ വരുന്നത് കേട്ടോ. 0.5 ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുഴയുടെ കളകളാരവങ്ങൾ കേട്ടിട്ടാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുക. 0.5 ടോ. ഇവിടെ ഇതിപ്പോൾ റൂമിൻ്റെ പണി, ഇനിയിപ്പം ഇൻറ്റീരിയറിൻ്റെ പണി കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ പണി ഏകദേശം തീരുമാനമാകും. ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്തൊരു റൂമുണ്ട്. ഇത് അടുത്ത റൂം കേട്ടോ. ഇത് അടുക്കളയായിട്ട് കണക്റ്റഡ് ആവും. അടുക്കളയ്ക്ക് പോകാനുള്ള എളുപ്പമുള്ള റൂമാവും. പക്ഷേ ഇതിൽ തന്നെ പോകേണ്ടി വരും. ഇനി നമുക്ക് മേലെ ഭാഗം കെൻസേ നോക്കി കയറി കേട്ടോ. നമുക്ക് മേലെ ഭാഗം നോക്കാം. ഇത് മേലത്തെ റൂം. ഇതിൻ്റെ POP ഇപ്പോൾ അതാ ചെയ്ത് വെച്ചാണ്. ഇങ്ങോട്ട് നോക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തോന്നും. എനിക്കൊന്നും ഇതാവും ഏറ്റവും സൂപ്പർ റൂം തോന്നുന്നുണ്ടോ. ഇതിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റാണ്. ഈ കാറ്റ് ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. കാറ്റുള്ള ഏരിയയാണ്. ഇനി 3 ഉള്ളൂ അല്ലേ. ഇവിടെ ഒരു കോമൺ വാഷ്റൂമും ഇവിടെ ഒരു ലോഞ്ച് പോലെ, ലോഞ്ചല്ല നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് പോലെ, വാതിൽ തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഇവിടെ എത്തിയാൽ കാണാൻ പറ്റും കേട്ടോ. നോക്ക്, ഇതിമ കയറാൻ പറ്റുമോ? നിങ്ങളിഷ്ടം. ഇത് ഓക്കെയാണ്. വാ. അപ്പോൾ ഇതാണ് മുകളിലത്തെ അപ്ഡേറ്റ്സ്, എഫ്രൈമിൻ്റെ അപ്ഡേറ്റ്സ്. ഇതിൻ്റെ പുറമെ ഒരു സാധനം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കുറച്ച് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, സഹകരിക്കണം. അതേപോലെ തന്നെ ഇന്നലെ കോഴിക്കോട് ഹൈലൈറ്റിൽ പരിപാടിക്ക് വന്നവരുണ്ട്, മേലാറ്റൂർ നമ്മളെ ഷോ കാണാൻ വന്നവരുണ്ട്. എല്ലാവരോടും ബിഗ് താങ്ക്സ്. കാരണം ലൈക്ക് നമ്മൾ ആക്റ്റീവ് അല്ലാത്ത ടൈമായിട്ട് കൂടി നിങ്ങൾ ഇത്രയും ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടി വന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. സോ ഇറ്റ് മീൻസ് അലോട്ട് ടു മീ. ഒരുപാട് താങ്ക്സ് എല്ലാ ഫാമിലീസിനോടും, കോഴിക്കോട് വന്ന ഫാമിലീസിനോട്, മേലാറ്റൂർ വന്ന ഫാമിലീസിനോട്, കാസർഗോഡ് ഇവൻറ്റിൽ വന്ന ഫാമിലീസിനോട്, എല്ലാവരോടും ബിഗ് താങ്ക്സ്. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടിയിൽ നിങ്ങൾ വരണം. ഇനിയുള്ള പരിപാടികളിലൊക്കെ പുതിയ പാട്ടുകളാണ് വരാൻ പോകുന്നത്. ഒരുപാട് പാട്ടുകൾ നമ്മളുടെ ലൈനപ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ
അപ്പോൾ നമുക്കിനി താഴേക്ക് ഇറങ്ങിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. സബ്സ്ക്രൈബ്. Yeah, it's your me. Yeah, Sumika. Yeah, it's your me. Yeah, Sumika. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്തും വൈകാട്ടിയുമായ 10 പപ്പടം ഒറ്റയടിക്ക് തന്ന റിച്ചുബായി നമ്മളെ കൂടെ എത്തിയിരിക്കുകയാണ്. റിച്ചുബായി എവിടെയായിരുന്നു ഇത്രയും കാലം? നിങ്ങൾ കാണാമല്ലോ, വീട് മാറിപ്പോയോ ഇവിടുന്ന്? ഞങ്ങള് വീട് അറിയില്ല, നിങ്ങളെ വീട് അറിയാം. ആ ഓക്കെ. ഇനി എത്ര ക്ലാസ് എത്തണേ? ഇനി 6. എന്താ നീളം പോവാത്തത്? തോൽക്കുണ്ടോ? അത് നീളം പോകത്തല്ല, നിങ്ങളല്ല ആകെ 12 വയസ്സായിട്ടുള്ളൂ. 12 അല്ല 11. ചെറിയ പ്രായമുള്ളൂ. ഓൺലി 11 years old. എടാ ഏക്കാക്കി തരൂടാ, നമുക്കറിയുന്ന ആൾക്കാരുണ്ട് ഇതിലുണ്ട്. ഡയറ്റിൽ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. മെല്ലെ അറിയാതെ ഏയിൽ പോകാനിരിക്കുക. അപ്പോൾ 6 ഞെട്ടുമ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സില്ല. അപ്പോൾ പറയാം ഞാൻ വേറെ സ്കൂളിൽ ഇനി ഇങ്ങോട്ട് വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നൈസിൽ ഗ്യാപ്പിൽ പരിപാടി ഉണ്ട്. സ്കൂട്ടി എത്തിക്കണ്ടേ? സഫാൻക്ക് വിളിക്കിട്ടാ. അപ്പോൾ അതാ മലയാളി പോവുകയാണ്. ടാറ്റ അടിക്കുക. എവിടെ? ചിലപ്പോൾ കയറുള്ളൂ, മിക്കവാറും പോവും. ഓക്കെ ഡീൽ. ബൈ. അപ്പോൾ സഫാൻക്കാണ് നമ്മളെ ഫുൾ വർക്ക് എടുക്കണം കേട്ടോ. ഡ്രീം ഡിസൈന് നമ്മളെ ഭയങ്കരമുള്ള ടീമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും ചെക്കൗട്ട് ചെയ്താൽ മനസ്സിലാവും. ഇനിയിപ്പം ഫുൾ സ്ട്രെച്ചിലായിട്ട് പണി പോകും. ഇൻഷാല്ലാ ഓഗസ്റ്റിൽ സഫാൻക്ക് തീർത്തരും പറഞ്ഞണം. അതിൽ തീർന്നിട്ടില്ലെങ്കിൽ അയ്യോ ഞാൻ കുടുങ്ങിപ്പോവും. കാരണം വീട് മാറിയിട്ടേ ആകെ മനസ്സടങ്ങാറായിക്കണം. അതായത് മനസ്സ് വിഷമത്തിലാണ്. പക്ഷേ ബെറ്റർ ദാൻ ബിഫോർ. അതായത് ഇപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ മുമ്പത്തെക്കാട്ടിലൊരു സന്തോഷം നമുക്കുണ്ട്. കാരണം കുറച്ചും കൂടി എടുത്താണ് എല്ലാവരും. ലൈക്ക് ഭയങ്കര ക്ലോസ് ആണ്. നമ്മളൊരു വാതിൽ തുറന്നാൽ അമ്മച്ചിൻ്റെ റൂം, ഒരു വാതിൽ തുറന്നാൽ അടുക്കള, ഒരു വാതിൽ തുറന്നാൽ ടേബിളായി. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നൈസ്. അപ്പം ശരിക്കും ഈ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കാത്തവർക്കും വീട്ടിൽ നിന്ന് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് ബന്ധമില്ലാത്തവർക്കും ചിലപ്പോൾ റിലേറ്റബിൾ അല്ല. പക്ഷേ വീട്ടുകാരായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇതൊക്കെ ആയിട്ട് അങ്ങനത്തെ ഉള്ള ഒരാൾക്കും അങ്ങനെ വീട് മിസ് ചെയ്ത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ഒത്തൊരുമയോടെ നിൽക്കണമല്ലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ്, റിച്ചുബായിലേക്ക് തിരിച്ചു വരികയാണ്. കേരള ഭരണം മാറി മറിഞ്ഞു. ഇപ്പോൾ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. റിച്ചുബായി എന്താണ് പറയാനുള്ളത്? നല്ലത്. പുതിയ CM, ഏവർക്കും പ്രിയപ്പെട്ട CM, നമ്മളെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം നമ്മളെ CM VD സതീശൻ സാർ. എന്താണ് പറയാനുള്ളത് സാറിനെ കുറിച്ച്? നല്ല കാര്യം തന്നെയാണ്. എങ്ങനെയുണ്ട് CM? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു പുതിയ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടു. എന്താണ് നമ്മളെ പുതിയ CM-ന്റെ പേര്? അവ ആരെ പറ്റിയാ പറഞ്ഞ ഇത്രയും നേരം? ഫുള്ള് റിച്ച് കൈകാര്യം ചെയ്തേ. ചെരുപ്പുണ്ടല്ലേ ഫുള്ള് കുട്ടികളൊക്കെ മാറ്റിയേ. പരിപാടിക്ക് വന്ന LKG കുട്ടികളൊക്കെ മാറ്റി മാറിക്കും. പുതിയ പാട്ട് ഏതെങ്കിലും പഠിച്ചിക്കണോ? ഒന്നുമില്ല. ഇപ്പൊ സ്റ്റോക്ക് ഒന്നുമില്ല. ഈ സഞ്ചിയിൽ ഇപ്പൊ എന്താ ഉള്ളത്? വാട്ട്സ് ഇൻ മൈ ബാഗ്? തുറന്നോ? സോക്സും. ഫുട്ബോൾ കളിച്ചാൻ പോവാണ്. ഞാനും കരുതി വല്ല വേനലാവധി ട്യൂഷൻ സെൻ്ററൊക്കെ പോവാണ്. കുറേ ഇപ്പോൾ പഠിത്തം തുടങ്ങിയത് ഇല്ല, പഴയ പോലെ തന്നെയാണ്. കായിക മേഖലയിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു സങ്കടം ഉണ്ടല്ലോ മനസ്സിൽ. അതെന്താ സങ്കടം? എന്തോ ഒരു സങ്കടം ഉണ്ട് ചെറിയല്ലേ ഹംസോക്ക? ഒരു സങ്കടം എവിടെയോ നേരിടുന്നുണ്ട്. ഫ്രെയിമിലും സങ്കടം ഉണ്ട്. എന്നാവും വരിക? എന്നാവും നമ്മളിങ്ങോട്ട് വരിക? അതറിയില്ല, പണിന്റെ അനുസരിച്ച്. പണി കഴിഞ്ഞാൽ നമ്മള് വരൂലേ? അല്ല പണി കഴിഞ്ഞ് വേറെ പരിക്കേ? പണി കഴിഞ്ഞാൽ എന്തായാലും വരുന്ന ഉറപ്പല്ലേ? എന്നാ ഒരു ടൈം പറയേ. ടൈം അങ്ങനെ പെരുന്നാളിന്റെ മുന്നേ അല്ലെങ്കിൽ അതിന്റെ മുന്നേ. പെരുന്നാൾ 4 ദിവസം ഉള്ളൂ. ഇങ്ങനെ 4 ദിവസം കൊണ്ട് പെരുന്നാളിന് പണി കയറുക? 3 മാസം. ഒരു 3 മാസത്തെ ഇൻഷാല്ലാ നമ്മൾ വരും. വന്നാൽ നമ്മൾ അന്നിവിടെ ഒരു പാർട്ടി വെക്കും. റിച്ചോ പുഷ്പ നടത്തുന്ന പാർട്ടി. കുടിരിക്കൽ എന്താ വേണ്ടി? ഭക്ഷണം എന്തൊക്കെയാ വേണ്ടി? അനക്ക് എന്തൊക്കെ വേണം? നമ്മൾ ഇന്റിമേറ്റ് കുടിയിരിക്കലാണ്. ഇപ്പൊ ഇന്റിമേറ്റ് വെഡിങ് ഉണ്ട്, ഇന്റിമേറ്റ് നിക്കാഹ് ഉണ്ട്. അതേപോലെ ഇന്റിമേറ്റ് കുടിയിരിക്കൽ, ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു കുടിയിരിക്കലാണിത്. അതിന് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്? എനിക്ക് ഫുഡ് വേണ്ട. ജി കുടിയിരിക്കലിന് അന്ന് ഭക്ഷണം ചോദിക്കുന്നോട് അന്നെ ശരിയാക്കി തരാം. പിന്നെന്താ പറയുന്നില്ലേ? അതിന് ഇവിടെ എന്തൊക്കെയില്ല അത് മതി, അല്ലാതെ പുറത്തുനിന്ന് വേണ്ട. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കണം അത് മതിച്ച്.
ഇതൊരു കുലീനൻ ഇപ്പോൾ 4 ദിവസം കൊണ്ട്. എന്നാൽ ആയിക്കോട്ടെ. എന്നാൽ ഇവിടെ ഉണ്ടാക്കണ എന്താ വെച്ചാൽ ഇത് ഗോതമ്പിൻ്റെ ഉണ്ട, പിന്നെ കഞ്ഞി, പൊടിയരി കഞ്ഞി, പിന്നെ ഇതില്ലേ ഓട്ടട, പിന്നെ പാലപ്പല്ല അത്ര റിച്ച് ആവണില്ല, പിന്നെ ഉപ്പുമാവ്, അതായത് വറ്റി ഉപ്പുമാവ്, മറ്റേ റിച്ച് ഉപ്പുമാവല്ല, അണ്ടിപ്പരിപ്പ് ഇതൊന്നും ഉണ്ടാവില്ല, വെറും ഉലുവ മാത്രം ഇട്ടെ ചെറിയ കടുക് ഇങ്ങനെ പാറ്റിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുത്തേ, ഇങ്ങോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇങ്ങോട്ടാണ് താളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കോരി എടുത്തിട്ട് കറിവേപ്പിൻ്റെ അവിടെ സേവ് ചെയ്ത് വെച്ചൊരു ഉപ്പുമാവുണ്ട്, ഒരു ചാറ്റൽ ഉപ്പുമാവ്, അതും പച്ചവെള്ളം ഉണ്ടാവും. അത് മതിയോ? ഇങ്ങനെയൊക്കെ എന്തോ ലൈനില് ഇപ്പൊ എന്തോ സ്കൂൾ ബൂട്ടായതുകൊണ്ട് ലൈനിനെ കാണാൻ പറ്റാത്തതോ? ആ പിന്നെന്താ അതൊന്നല്ല. എന്താ പറയും എനക്ക് സ്കൂൾ ബൂട്ടായിട്ട് എന്റെ ലൈനിനെ കാണാൻ പറ്റണില്ല. പിന്നെന്താ ബൂട്ട് വേണമെങ്കിൽ പറഞ്ഞാ എന്നോട് പറഞ്ഞാ പോരെ? എത്ര ബൂട്ട് വേണം? എത്ര സൈസ്? 4. 4 സൈസോ? അത്ര ഉള്ളൂ? ബൂട്ട് വാങ്ങി തരാം കേട്ടോ. അതിനപ്പോ ഇത്രയും നേരം ഇവിടെ അഭിനയിച്ചത്? ബൂട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി. സങ്കടപ്പെടണം എന്തിനാണ് വെറുതെ? ബൂട്ടൊക്കെ ഇപ്പോൾ ഒരാവശ്യമാണ്. ബൂട്ടൊക്കെ നമ്മൾ ഒരു 15 ബൂട്ടാണ്ട് വാങ്ങും, പലതരം പല കളറിൽ പറന്ന് പെട്ടു. സ്റ്റാർ ഇമ്പാക്റ്റാ വണ്ടി? ഏതാ വണ്ടി? ഏത് ബൂട്ടാണ് ട്രെൻഡിങ് കുട്ടികളുടെ ഇടയിൽ ഇപ്പം? നമ്മൾ കളിച്ച കാലത്ത് നമുക്കറിയുള്ളൂ, ഇപ്പം അറിയില്ല. ആംഗിൾ ബൂട്ട് എവിടെയാ കിട്ടുക? ഫേ ആംഗിൾ ബൂട്ട് എവിടെയാ കിട്ടുക? ഇപ്പൊ എന്താ ഊർജം? എനിക്ക് എനർജിയാണ് കൂടിയാലിപ്പം. പഴയ മീറ്റർ പിടിക്കാം. ആംഗിൾ ബൂട്ട് ഇത്രയും നേരം ഉണ്ടാക്കുക ഇതിലിങ്ങനെയൊക്കെ. എന്താ പ്രശ്നം? ബൂട്ടില്ല. ആംഗിൾ ബൂട്ട് എവിടെയാ കിട്ടുക? 4 സൈസ് അല്ലേ? ഇനി പെരപ്പണി ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ. ഇവിടെ ഉണ്ടാവില്ല, നമ്മൾ വരുമ്പോൾ അങ്ങനെ വരണം. ഓക്കെ, ഡീൽ. കുടുങ്ങിട്ടോ. വരും 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ വരും. ഓക്കെ, ഡീൽ പറഞ്ഞാൽ ഡീലാണ്. ഒരു പാട്ട് പഠിച്ചു വെച്ചോ. ബൂട്ട് വരുമ്പോൾ ഒരു പാട്ടാണ് പാടേണ്ടി വരും. പാടുമോ? എത്ര പാട്ട് പാടും ബൂട്ട് വരുമ്പോൾ? ഒരു 4 പാട്ട്. ഏതൊക്കെ പാടും? ഇതെല്ലാം കുടിച്ചാൽ എനർജി പോലും ഇല്ലല്ലോ. കതിസ്ഥാത്താൻ്റെ എനർജി പോലും ഇല്ല. തൊഴിലുറപ്പിന് പോണേ എനർജിയിൽ പറയും. ഏത് പാട്ട്? ഞാൻ കിട്ടുന്ന പാട്ട് പാടും. ഇങ്ങനെ പാട്ട് തരുമ്പളേ പാട്ടൊന്നും അറിയില്ല. അങ്ങനെ കൂടി ഇല്ല, വരുന്നില്ല. കാണാൻ വെച്ച് എന്താ ചെനച്ച കൊല നോക്കുക? ചെടിയാ? ഇത് തെങ്ങല്ലേ? തെങ്ങിന്റെ അവിടെ ഒരു ഇത്തൽ കണ്ണിയോ? ഇത്തൽ കണ്ണിയല്ലേ ഞങ്ങൾ കുരുമുളകാണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിക്കണം. അപ്പോൾ പറഞ്ഞത് എല്ലാവരും മനസ്സിൽ വേണം. എല്ലാവരും സിനിമ കാണണം. എല്ലാവരും ഹംദമിൻ്റെ പോസ്റ്റർ കാണിച്ചെന്ന്. അഫി ഹംദമിൻ്റെ പോസ്റ്റർ കാണിച്ച പോസ്റ്റർ. നമ്മളെ പാട്ടിറങ്ങാൻ പോണ അറിഞ്ഞോ? അനക്ക് ബൂട്ടല്ല വേണ്ടി, അനക്ക് ബൂസ്റ്റാ വേണ്ടിയത്. 1/2 പാക്കറ്റ് അടിച്ചാണ് കയറ്റണം. എൻ്റെ മേത്ത് ബൂസ്റ്റ് പാലിലും കലക്കി കുടിച്ചണം. ബൂസ്റ്റ് കുലുക്കിയും കുടിച്ചണം. എന്നിട്ട് എനിക്ക് ഇഞ്ചക്ഷനും വെക്കണം. എന്നിട്ട് കുറച്ച് തുറവ് തരണം. ഈ എനർജി കൊണ്ട് എങ്ങനെ കളിക്കുക ഫുട്ബോള്? ഇങ്ങനെയാണ് കളിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ പോസ്റ്റർ കേട്ടോ, ഹംദമിൻ്റെ. എല്ലാവരും കണ്ടോളി. എടുത്തോണ്ട് ഹംദം റിലീസാവാൻ പോവാണ്. ഇതാ ഷാഫി കൊല്ലം, ഷാഫിക്ക, അതുപോലെ തന്നെ ഹഷാംക, അതുപോലെ തന്നെ അഫി എൻ്റെ കുട്ടിക്കാലം അഭിനയിച്ച വീഡിയോ ആണ്. ഇതാണ് എൻ്റെ കുട്ടിക്കാലം. ഇത് ഹഷാംഖാൻ്റെ കുട്ടിക്കാലം. ഇതാരാണെന്നുള്ളത് നിങ്ങൾക്ക് ആൽബം കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് അഫിൻ്റെ കുട്ടിക്കാലം കേട്ടോ. എൻ്റെ ചെറിയ കാലം അഫി അഭിനയിച്ചിട്ടുള്ള ആൽബമാണ് വരാൻ പോകുന്നത്. ഇതാ 25 മെയ്യിൽ റിലീസാവും. ഹഷാം ഖാൻ്റെ യൂട്യൂബ് ചാനൽ ഇതാ ഹഷാം അബ്ദുൽ വഹാബ് എന്നുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഇതാ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ നെറ്റ് ഇല്ല. ഓണാക്കി കിട്ടോ? നെറ്റ് ഉണ്ടോ? കിട്ടും, പക്ഷെ ഇങ്ങനെ അത് കിട്ടി. ഹഷാം ഖാൻ്റെ യൂട്യൂബ് ചാനലിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. ഇതിലുണ്ടാവും ഹഷാം ഖാൻ്റെ യൂട്യൂബ് ചാനൽ. അയ്യോ, ഹഷാം അബ്ദുൽ വഹാബ് എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ മസ്റ്റായിട്ട് എല്ലാവരും പാട്ട് കേൾക്കുക,
സിനിമ കാണുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. വ്ളോഗ് കാണുന്നതിലുപരി ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു വ്ളോഗിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റിൽ ഞാൻ പോയി നോക്കുമ്പോൾ ഒരുപാട് നിങ്ങളെ മെസ്സേജ് കാണലുണ്ട്. പക്ഷേ ഞാൻ റിപ്ലൈ തരാൻ സങ്കടപ്പെട്ടിരിക്കില്ല. കാരണം തന്നാലും എനിക്ക് പറയാനുള്ളത് വരും തന്നെ പറയുള്ളത്. പക്ഷേ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ റിക്വസ്റ്റ് കാണലുണ്ട് വ്ളോഗ് ഇടണം. സോ ഓൽക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റേഡ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കൂടുതൽ കമൻറ്റ് ഇട്ട് നമ്മളെ വീണ്ടും വ്ളോഗ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഐ ലവ് യു ഓൾ. ഇനി വ്ളോഗ് നിൽക്കാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.